നമുക്ക് സേതുവിന്റെ പല്ലുവീടി ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീകാന്തിന്റെ അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ മേലെടുത്ത് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് സ്വീകരിക്കാനായിട്ട് സേതു ശ്രീഹരിയൊക്കെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് സേതു ചോദിച്ചു, അല്ല യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു സാറേ, സുഖമായിരുന്നു എന്ന് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റൈറ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്, അത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതെന്ന് പറഞ്ഞു. ആ സമയത്ത് സുഭദ്ര പരിചയപ്പെടുത്തുവാണ് ശ്രീകാന്തിന്റെ അമ്മ, എന്റെ പേര് സുഭദ്ര. അപ്പോഴേക്കും ശ്രീകാന്തിന്റെ അച്ഛൻ പറഞ്ഞു, എന്റെ പേര് രഘുവരൻ എന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ നടന്നു. അതേസമയം ലക്ഷ്മി അമ്മ പല്ലവിയെ കൊണ്ട് ഇറങ്ങി വരുവാണ്. ലക്ഷ്മി അമ്മ പറഞ്ഞു, ഞാൻ മഹാലക്ഷ്മി മയൂരിയുടെ അമ്മയാന്ന് പറഞ്ഞു. വാ, അകത്തേക്ക് കയറി വാ, ഇവിടെ നിന്നല്ല സംസാരിക്കുന്നത്, അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അപ്പോഴേക്കും ആഹാ ശ്രീകാന്തിന്റെ അമ്മാവിനെ മാത്രമേ കണ്ടുള്ളൂ, അമ്മായിനെ കണ്ടില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോ മഹാലക്ഷ്മി ചോദിച്ചു, അല്ല ശ്രീകാന്തിന്റെ അമ്മായി വന്നില്ലേ എന്ന് ചോദിച്ചു. ചേച്ചിയുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്, ചേച്ചിക്ക് വരാൻ താല്പര്യമല്ലേ പോലും, എന്നെപ്പോലെ ഒന്നും അല്ല ചേച്ചി, വേറൊരു സ്വഭാവമാന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പം മഹാലക്ഷ്മി പറഞ്ഞു, ആ ചിലർക്ക് അങ്ങനെയൊക്കെയാ, എന്ത് ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞു. രഘുവരൻ പറഞ്ഞു, ഇനിയിപ്പോ അധികം വൈകാതെ ഞങ്ങൾക്ക് തിരികെ പോകണം, അതിനുമുമ്പ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പോകാനായിട്ടാ ഞങ്ങൾ ഇരിക്കുന്നേ. ഈ സുഭദ്രയ്ക്കുണ്ടല്ലോ ഇവിടെ അത്ര അങ്ങോട്ട് പിടിക്കത്തില്ലെന്നേ, അവൾക്ക് സിംഗപ്പൂരെ ഇഷ്ടമുള്ളൂ, ഇവിടെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പിന്നീട് സുഭദ്ര എങ്ങനെ നോക്കിയിട്ട് മഹാലക്ഷ്മിയോട് ചോദിച്ചു, അല്ല ഇവിടെ എത്ര സെന്റ് സ്ഥലം നിങ്ങൾക്കുണ്ടെന്ന് ചോദിച്ചു. സെന്റ് സ്ഥലമോ? അല്ല ഈ വീടിരിക്കുന്ന എത്ര സെന്റ് സ്ഥലത്താന്നൊക്കെ ചോദിച്ചു. ഇവരെന്താ ഇങ്ങനെ നോക്കുന്നുള്ള രീതിയിൽ ബാക്കി എല്ലാവരും സുഭദ്രയെ നോക്കുകയാണ്. അപ്പോഴേക്കും രഘുവരൻ ഇങ്ങനെ സുഭദ്രയെ ഒന്ന് നോക്കി. ഈ സമയത്ത് മഹാലക്ഷ്മി ഇത് പറഞ്ഞു, ഇത് 5-6 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ഇത് മാത്രമല്ലോ, അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു, വേറെ എവിടെയും സ്ഥലം ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്, വേറെ 2-3 ഉണ്ടെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. രഘുവരൻ ഇങ്ങനെ പതുക്കെ പറഞ്ഞു, ഇതൊന്നും മിണ്ടാതിരിക്കുക, നീ എന്തിനാ ഇതൊക്കെ ചോദിക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സുഭദ്ര പറഞ്ഞു, ദേ ലക്ഷ്മി, ഉള്ള കാര്യം പറയാലോ, എനിക്ക് എന്തേലും ഉണ്ട് തുറന്നു പറയണം, അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞു. അത് സാരമില്ല, മനസ്സിലൊന്നും ഇല്ലാതെ എല്ലാം തുറന്നു പറയുന്നതോടെ മനസ്സിൽ കളങ്കമില്ലെന്നല്ലേ പറയണേ, എനിക്കും അതിനോടാ താല്പര്യം എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിൽക്കണ്ട, കേറാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനാണ് വേണുഗോപാൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. വേണുഗോപാലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രഘുവരനൊന്ന് ഞെട്ടി. അതുപോലെ തന്നെ രഘുവരനെ കണ്ടു കഴിഞ്ഞപ്പോൾ വേണുഗോപാൽ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കണം. അപ്പൊ അവര് തമ്മിൽ മുൻപ് പരിചയം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് സേതു പരിചയപ്പെടുത്തുവാണ്, ഇത് വേണുഗോപാല് മയൂരിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു. ആ സമയം ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയെപ്പെട്ട് നിൽക്കുകയാണ് രഘുവരനാണെങ്കിൽ ഇങ്ങനെ പല ചിന്തകളും മനസ്സിലേക്ക് വന്നു. ഒടുവിൽ സേതു പറഞ്ഞു, എല്ലാരും ഇവിടെ നിൽക്കുകയാണ്, അകത്തേക്ക് കയറുക, അകത്തിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടെ അകത്തേക്ക് പോയി. അകത്ത് പോയി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണം. ആ സമയത്ത് മയൂരി വന്നിട്ടുണ്ടായിരുന്നില്ല. മയൂരി അകത്തായിരുന്നു, മയൂരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. സുഭദ്ര പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, മയൂരിയെ വിളിക്കാൻ പറഞ്ഞു, ഇനി നമുക്ക് അധികം താമസിപ്പിക്കേണ്ട, കാര്യങ്ങൾ നടക്കാം, പെണ്ണിനെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മയൂരിയെ വിളിച്ചോണ്ട് വരുവാണ് അച്ചു പോയിട്ട്. അങ്ങനെ മയൂരിയെ കണ്ടു കഴിഞ്ഞപ്പോ സുഭദ്ര പറഞ്ഞു, കൊള്ളാം കൊള്ളാം, നല്ല സുന്ദരിയാ, വെറുതെ അല്ല എന്റെ ശ്രീകാന്ത് വീണത്, ഇപ്പോഴല്ലേ മനസ്സിലായത്. അത് കേട്ടപ്പോ ശ്രീകാന്തിനൊരു ചമ്മലൊക്കെ തോന്നി. അങ്ങനെ മയൂരി വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുഭദ്ര പറഞ്ഞു, പെണ്ണ് നല്ല മിടിക്കുക, നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ, എന്റെ ശ്രീകാന്തിന് നന്നായിട്ട് ചേരുകയും ചെയ്യൂന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്തിന്റെ അമ്മ പറഞ്ഞു, അതെ ഇനിയിപ്പൊ അധികം വെച്ച് താമസിപ്പിക്കണ്ട, കാര്യങ്ങളിലേക്ക് കടക്കാം, വെറുതെ സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് തന്നെ പോണമെന്ന് പറഞ്ഞു. ദേ അപ്പൊ തന്നെ കണ്ടില്ലേ ചേട്ടന് ധൃതിയായി, എന്നാ ശരി ഇനിയിപ്പൊ കാര്യങ്ങളിലേക്ക് കടന്നേക്കാന്ന് പറഞ്ഞു. വീണു പറഞ്ഞു, അല്ല കാര്യങ്ങളിലേക്ക് കടക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ അധികമൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പൊ ചാർത്ത് എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കണം, പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ സമയത്ത് രഘുവരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവനോട് ഇപ്പൊ ചോദിക്കണ കാര്യങ്ങള് ചോദിച്ചില്ല പണിയാവൂലോ. വേണുഗോപാലോർത്ത് ഇവന് തന്നെ മനസ്സിലായില്ലാന്ന് തോന്നേ, അതുകൊണ്ടല്ലേ ഒന്നും ചോദിക്കാതിരിക്കുന്നത്, മനസ്സിലായില്ലെങ്കിൽ താനായിട്ട് ഇവനൊന്നും പറയാൻ പോണ്ട. രഘുവരന് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇനിയിപ്പോ ചാർത്തൊക്കെ വായിക്കാൻ പോവാന്ന് പറഞ്ഞ് ഇനിയിപ്പോ ഭയങ്കര ടെൻഷനായി. അത് വായിച്ച് തീയതിയും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം തനിക്ക് ചോദിക്കാനോ പറയാനും പറ്റില്ല. അതിനു മുമ്പ് ആ കാര്യങ്ങളൊക്കെ പറയണം എന്നൊരു തീരുമാനത്തിലെത്തുവാണ് രഘുവരന്. അങ്ങനെ സേതു ചാർത്ത് വായിക്കാണ്ട് തുടങ്ങുവാണ്. അപ്പൊ കല്യാണം നിശ്ചയവും കാര്യങ്ങളും ഒക്കെ ചാർത്തായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് രഘുവരൻ പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. കാര്യമോ? എന്ത് കാര്യം? അതെനിക്ക് പെണ്ണിന്റെ അച്ഛനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കേട്ടപ്പോ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി വേണുഗോപാലിന്.
ആ സമയം സുഭദ്ര പറഞ്ഞു, എന്താ രഘുവേട്ടാ ഈ സമയത്താണ്, അതൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം, ആദ്യം ഈ ചടങ്ങങ്ങ് നടക്കട്ടെ, ചടങ്ങ് നടക്കാൻ വരട്ടെ, അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞേ മതിയാവുള്ളൂ. അല്ല, നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു, വേണുഗോപാല്. പിച്ചാത്തെ വേണുവിനെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ വേണുഗോപാലൊന്നും ഞെട്ടി. ആർക്കൊന്നും മനസ്സിലായില്ല. എല്ലാരും പരസ്പരം നോക്കുകയാണ്. സുഭദ്ര പറഞ്ഞു, എന്തൊക്കെയാ വേണുവേട്ടാ, അയാളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ് ഇത്. നമ്മൾ എന്തിനു വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേ? ശ്രീകാന്തിന്റെ കല്യാണം ഉറപ്പിക്കാനല്ലേ? ആ സമയത്താണ് ഒരു പിച്ചാത്തി വേണുമായിട്ട് വന്നിരിക്കുന്നത്. നീ അവിടെ മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞു രഘുവരന്. അല്ല, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ, നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിച്ചു. അറിയാം, അത് ഞാനാന്ന് പറഞ്ഞു. അങ്ങനെ വരട്ടെ, അപ്പൊ എന്റെ ഊഹം തെറ്റിയിട്ടില്ലല്ലേന്ന് ചോദിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മഹാലക്ഷ്മി അവരൊക്കെ പരസ്പരം നോക്കണം, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപ്പോഴേക്ക് രഘുവരൻ പറഞ്ഞു, അപ്പൊ പഴയ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നിട്ടുണ്ടായിരിക്കില്ലല്ലോ അല്ലേ മിസ്റ്റർ വേണു എന്ന് ചോദിച്ചു. വേണുഗോപാലോ, ഞാൻ മറന്നിട്ടില്ല. നിങ്ങളത് മറന്നു കാണുമെന്ന് ഓർത്താ നിങ്ങളെ ഓർപ്പിക്കായിരുന്നേ. വെറുതെ ചടങ്ങ് മുടക്കണ്ടല്ലോ എന്ന് കരുതി. ചടങ്ങ് നടക്കണമെങ്കിലേ ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞേ തീരുള്ളൂ. അതിനുശേഷം മതി ഇനി ചടങ്ങിനെ ഇപ്പൊ ഇല്ലാതാക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് സമ്മതിച്ചു. അങ്ങനെ വരട്ടെ കാര്യങ്ങള്. അപ്പൊ ഇനി ഇത് ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുഭദ്രിച്ചു, നിങ്ങൾ എന്താ രഘുവേട്ട പറയണേ? എടി, ഇവനെ ഞാൻ നോട്ട വിട്ടിരിക്കുമായിരുന്നു. ഇവനെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചായിരുന്നു. അപ്പൊ മുമ്പ് ഇവനെ കൊല്ലാനായിട്ട് ഞാൻ കൊട്ടേഷൻ കൊടുത്ത അന്ന് ചോര വാർന്ന് ഇവനെ വഴി കിടന്ന സമയത്ത് ഏതോ ഒരു പെണ്ണിനെ വന്ന് രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓട്ടോറിക്ഷയിൽ അന്ന് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ അന്ന് രക്ഷപ്പെടില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മഹാലക്ഷ്മിയുടെ ഞെട്ടലോടുകൂടി വേണുഗോപാലൻ നോക്കണം. അന്ന് മഹാലക്ഷ്മിയാണ് രക്ഷിച്ചുകൊണ്ട് പോയത്. ആ രംഗങ്ങളൊക്കെ മഹാലക്ഷ്മിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ്. താന് വീട് വിട്ടിറങ്ങിയ സമയത്ത് വഴി ചോര ഒലിപ്പിച്ച് കിടക്കുന്ന വേണുവേട്ടനെ കണ്ട് അന്ന് താന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേ. അന്ന് ഇയാള് രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് ഒരേ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇയാളെ കൊല്ലണം എന്നുള്ളേ. ഇയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന അവസാനം ദൈവമായിട്ട് എന്നെ മുന്നിലേക്ക് കൊണ്ടിട്ടു തന്നു. ഇയാളുടെ മകളുമായിട്ട് എന്റെ മകന്റെ വിവാഹം നടക്കണല്ലേ? ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ട് സുഭദ്രയോട് പറഞ്ഞു, നമുക്ക് പോകാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സുഭദ്ര പറഞ്ഞു, എന്തൊക്കെയാ രഘുവേട്ട പറയണേ? പോകാനോ? നമ്മൾ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി വന്നല്ലേ, കല്യാണം മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ അവിടെ നിൽക്കുക, നമുക്ക് സംസാരിക്കാനൊന്നുമില്ല. അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്ക്, നീ കൂടുതലൊന്നും പറയണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതുവും പല്ലവിയൊക്കെ ഇടയ്ക്ക് കയറി. സേതു പറഞ്ഞു, സാറേ അങ്ങനൊന്നും പറഞ്ഞിട്ട് പോവരുത്, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാലോ എന്ന് പറഞ്ഞു. സംസാരിച്ച് തീർക്കാനോ? ഈ പ്രശ്നം അങ്ങനെ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് സംസാരിച്ചാലും തീരത്തില്ല. മര്യാദയ്ക്ക് വഴിയിൽ നിന്ന് മാറാനൊക്കെ സേതുവിനോട് പറയണം. പിന്നീട് ശ്രീകാന്തിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. കാറിൽ കയറാൻ സമയമാകുമ്പോഴത്തേനും വേണുഗോപാൽ പിന്നാലെ വന്നിട്ട് വിളിച്ചു, അവിടെ നിന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ടെന്ന് പറഞ്ഞു ശ്രീകാന്തിനോട്. എല്ലാവരും ഒരു നിമിഷം സ്റ്റക്കായിട്ട് അവിടെ നിന്നു. ശ്രീകാന്തിന്റെ അടുത്തേക്ക് വേണുഗോപാൽ നിന്നു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്റെ മോളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതെ എനിക്കിഷ്ടമാണ്. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മയൂരോടൊപ്പം മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രഘുവരനെ ഇഷ്ടപ്പെട്ടില്ല. രഘുവരൻ ചോദിച്ചു, നീ എന്തൊക്കെയാടാ പറയണേ? ഒരു കാരണവശാലും നടക്കില്ലടാ, ഞാൻ ജീവിച്ചിരിക്കേണ്ടേ നടക്കില്ല എന്ന് പറഞ്ഞു. വേണുഗോപാൽ പറഞ്ഞു, എടാ നീ ആണാണെങ്കിൽ ഈ ബന്ധം നടക്കും. എന്റെ മയൂരുടെ കഴുത്തിൽ നീ താലി ആർത്തും. അത് കേട്ട് പിന്നെ രഘുവരൻ ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. വെല്ലുവിളിക്കുന്ന പോലെയല്ലേ ഇതൊക്കെ വേണുഗോപാൽ പറയുന്നേ. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. സേതുവും പല്ലവിയൊക്കെ കാര്യങ്ങളൊക്കെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതിനൊന്നും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.